സമ്പത്തെന്ന് പറയുമ്പോൾ സ്വർണവും പണവും മാത്രമാണ്. അതിനപ്പുറം ഒളിഞ്ഞിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഒരു ദൈവത്തെക്കുറിച്ചല്ല, ഒരു രഹസ്യത്തെക്കുറിച്ചാണ്. ദേവലോകത്തിലെ ധനാധിപൻ കുബേരൻ. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹത്തെ പല കഥകളിലും വളഞ്ഞ ശരീരമുള്ളവൻ, ഒറ്റക്കണ്ണനായും കാണപ്പെടുന്നു? ഇത് ശാപമാണോ അതോ ഒരു വലിയ സത്യം മറയ്ക്കാനുള്ള ചിഹ്നമാണോ? ആരാണ് കുബേരൻ? അസുരനായി ജനിച്ച് ശക്തിയാൽ ഭരിക്കുന്ന ദേവന്മാരിൽ നിന്നും വ്യത്യസ്തനായ ഒരാൾ. കുബേരൻ എന്ന നാമധേയം അദ്ദേഹത്തിന് എങ്ങനെ ലഭിച്ചു? സംസ്കൃത വേരുകളിൽ നിന്ന് ഉത്ഭവിച്ചതാണ് കുബേരൻ എന്ന നാമധേയം. കു എന്നാൽ അസാധാരണം, വേര് അല്ലെങ്കിൽ വീര, ശരീരം അല്ലെങ്കിൽ രൂപം. അസാധാരണമായ ശരീരം അല്ലെങ്കിൽ രൂപത്തോട് കൂടിയുള്ളവൻ കുബേരൻ. കുബേരൻ എങ്ങനെ ആദ്യമായി ധനവാനായി? എന്തുകൊണ്ട് ലക്ഷ്മി ദേവി പോലും കുബേരനെ ബഹുമാനിച്ചു? ഞാനിവിടെ പറയാൻ പോകുന്നത് പുരാണകഥ മാത്രമല്ല, കുബേരൻ പഠിപ്പിക്കുന്ന സമ്പത്തിൻ്റെ മാനസിക ശാസ്ത്രം, ധനം നിലനിൽക്കുന്ന രഹസ്യം, നശിക്കുന്ന സമ്പത്തിൻ്റെ കാരണം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കോടികൾ ഉണ്ടായിട്ടും സമാധാനമില്ലാത്തവർ എന്തുകൊണ്ട്? ഇത് ശാപമാണോ അതോ കുബേരൻ്റെ നിയമമാണ്? ചോദ്യങ്ങളോട്, തെളിവുകളോട്, സത്യസന്ധതയോട് ഞാൻ ഈ പരിപാടിയിൽ പറയുന്നത് പുരാണകഥ മാത്രമല്ല, കുബേരൻ പഠിപ്പിക്കുന്ന സമ്പത്തിൻ്റെ മാനസിക ശാസ്ത്രം, ധനം നിലനിൽക്കുന്ന രഹസ്യം, നശിക്കുന്ന സമ്പത്തിൻ്റെ കാരണം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ബന്ധപ്പെടുന്നു എന്നതാണ്. ഈ പരിപാടിയിൽ ഓരോ എപ്പിസോഡിലും ഒരു കുബേര രഹസ്യം തുറക്കപ്പെടും. ഞാൻ ഈ കഥ പറയുന്നത് ഒരു വിശ്വാസിയായിട്ടല്ല, ഒരു അന്വേഷകനായിട്ടല്ല. കുബേരൻ നിങ്ങളുടെ സമ്പത്തിൻ്റെ കാവൽക്കാരനാകുന്നു, അല്ലെങ്കിൽ പരീക്ഷകനാകുന്നു. അത് നിങ്ങൾ അറിയാൻ പോവുകയാണ്. കുബേര കോഡുകൾ, അൺബ്ലോക്കിംഗ്.